നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈ എളിയ ചാനലിലേക്ക് സ്വാഗതം. വിശ്വാസ സംബന്ധമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിളും ചെയ്യുക. ഇന്ന് നാം ഇവിടെ പരാമർശിക്കുന്നത് മൃത്യുഞ്ജയ മന്ത്രത്തെ പറ്റിയാണ്. മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. മഹാമൃത്യുഞ്ജയ മന്ത്രം ഋഗ്വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ്. ഇതിൽ ഭഗവാൻ ശിവശങ്കരനെയാണ് സ്തുതിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ മരണത്തിൽ നിന്നും മോചനം ലഭിക്കും എന്നതാണ് വിശ്വാസം. ഈ മന്ത്രം യജുർവേദത്തിലും ആവർത്തിക്കുന്നുണ്ട്. രുദ്രമന്ത്രം, ത്രയംബക മന്ത്രം എന്നീ നാമങ്ങളിലും ഈ മന്ത്രം അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പരമരഹസ്യമായിരുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം മാർക്കണ്ഡേയ ഋഷി മുഖാന്തരമാണ് ലോകമറിഞ്ഞത്. ലോകത്തിൽ മൃത്യുഞ്ജയ മന്ത്രം അറിഞ്ഞിരുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ഋഷി മാർക്കണ്ഡേയൻ. ഒരിക്കൽ ദക്ഷശാപ ഫലമായി രോഗിയായി തീർന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി മാർക്കണ്ഡേയ ഋഷി മഹാമൃത്യുഞ്ജയ മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകുകയായിരുന്നു. ഇപ്രകാരമാണ് രഹസ്യമായിരുന്ന മന്ത്രം ലോകമറിഞ്ഞത്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ആളുകൾ മരണത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തു വരുന്നു എന്നും പറയപ്പെടുന്നു. നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ രോഗമോ അപകടമോ അകാല മരണമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ അത് ഒഴിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ അകാരണമായി അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ ഈ മന്ത്രം നിങ്ങളെ അതിൽ നിന്നുമൊക്കെ മോചിപ്പിക്കും. സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിന്നിലാണെങ്കിലോ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെങ്കിലോ നിങ്ങൾ തീർച്ചയായും മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലണം. ഇത് ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ സ്തംഭിച്ച ജോലികൾ പുനരാരംഭിക്കാനും ഇത് ഗുണം ചെയ്യും. അകാരണമായ മൃത്യുഭയം അനുഭവിക്കുന്നവർക്ക് മനക്കരുത്തും ജീവരക്ഷയും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഇത്. ഇനി മഹാമൃത്യുഞ്ജയ മന്ത്രം എങ്ങനെയാണെന്ന് നോക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുഷീയമാമൃതാത്. അല്ലയോ ത്രിലോചന, സുഗന്ധത്തെയും പുഷ്ടിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ ഞെട്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും. പക്ഷേ അമരത്വത്തിൽ നിന്നല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ഈ നാമം ജപിക്കാൻ. ജപിക്കുന്നയാളിൻ്റെ പ്രാണന് ബലം നൽകുവാൻ പാകത്തിനുള്ളതാണ് ഇതിലെ വരികൾ. ഒരു ദിവസം 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നതാണ് ഉത്തമം. സൗകര്യാർത്ഥം 3, 10, 21 എന്നീ തവണയും ജപിക്കാം. കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ്. സൂര്യോദയത്തിന് മുന്നേ ജപിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അതിനു പറ്റാത്തവരാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയും ശുദ്ധവുമായി വന്നിരുന്ന് ജപിക്കാവുന്നതാണ്. ജപിച്ചു കഴിഞ്ഞ ശേഷം അറിഞ്ഞും അറിയാതെയും വന്ന തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമാപണം നടത്തണം. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ ഈ മന്ത്രം സഹായിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ശുദ്ധി എല്ലാവരും പാലിച്ചിരിക്കണം.